شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. 6ാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ്, തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച്. അതിന് വലിയ എഫക്റ്റ് ഉണ്ട് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ആ സമയത്ത് പറയുന്നതിന് വലിയ സ്വാധീനമുണ്ട്, ആ സമയത്തുള്ള ഖിറാഅത്തിന് വലിയ സ്വാധീനമുണ്ട്, രാത്രിയുള്ള നിസ്കാരത്തിന് വല്ലാത്ത എഫക്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാണ്. ഇന്ന നാശിഅതൽ ലൈൽ, തീർച്ചയായും രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുക എന്നത്, ഹിയ അത്, അശദ്ദു വത്അൻ ഏറ്റവും കൂടുതൽ യോജിപ്പുണ്ടാക്കുന്നതാണ്, കാതും ഹൃദയവും തമ്മിൽ ഏറ്റവും കൂടുതൽ യോജിപ്പ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കേൾക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മുടെ ഹൃദയവും തമ്മിൽ ഏറ്റവും കൂടുതൽ വത്അൻ എന്ന് പറഞ്ഞാൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. മാത്രവുമല്ല വഅഖ്വമു ഖീല, ഖുർആൻ പാരായണം കൂടുതൽ സ്പഷ്ടമാകുന്നതും തന്നെയാണ്. വഅഖ്വമു ഏറ്റവും സ്പഷ്ടമാകുന്നതാണ്, ചൊവ്വാവുന്നതാണ്. എന്ത്? ഖീലൻ പാരായണം, ഖുർആൻ പാരായണം. പറച്ചിൽ എന്നാണ് ഖീലൻ എന്ന് പറഞ്ഞ അർത്ഥം. ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു, ഖീലൻ എന്ന് പറഞ്ഞാൽ പറച്ചിൽ. രാത്രി നിസ്കാരത്തിൽ എന്താ പറയുക? ഖുർആൻ. അങ്ങനെ ഖുർആൻ പാരായണം കൂടുതൽ സ്പഷ്ടമാകുന്നതും തന്നെയാണ്. ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല, രാത്രി നിസ്കാരത്തിന് ഉണർന്ന് എഴുന്നേൽക്കുക എന്നത് അത് കാതും ഹൃദയവും തമ്മിൽ കൂടുതൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ആ സമയത്തുള്ള പരിശുദ്ധ ഖുർആൻ പാരായണം കൂടുതൽ സ്പഷ്ടമാകുന്നതും തന്നെയാണ്. നമുക്കത് വിശദീകരിക്കാം. നശഅ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു എന്നാണ് അർത്ഥം. അപ്പം നാശിഅത്ത് എന്ന് പറഞ്ഞാൽ, നാശി എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്ന ആൾ. നാശിഅത്തുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എഴുന്നേറ്റിട്ടുള്ള നിസ്കാരം, അതായത് ഖിയാമുൽ ലൈൽ. മനസ്സിലാവുണ്ടോ? അതാണ് നാശിഅത്തുൽ ലൈൽ. രാത്രിയിൽ എഴുന്നേറ്റിട്ടുള്ള ഇബാദത്തില്ലേ, അതിനാണ് ഖിയാമുൽ ലൈൽ എന്ന് നമ്മൾ പറയുന്നത്. അതാണ് നാശിഅത്തുൽ ലൈൽ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ രാത്രി നിസ്കരിക്കുന്നതിന് വേണ്ടി ഉണർന്നെഴുന്നേൽക്കുക എന്ന ആ പരിപാടി, ഇന്ന നാശിഅത്തുൽ ലൈലി. രാത്രി ഒരാൾ ഉറക്കത്തിന് തഹജ്ജുദിന് എഴുന്നേറ്റാൽ അതിനാണ് നാശിഅത്തുൽ ലൈൽ എന്ന് പറഞ്ഞത്. അത് ഖിയാമുൽ ലൈൽ കൊണ്ട് എഴുന്നേൽക്കുക എന്ന ആ പരിപാടി, അത് ഹിയ അശദ്ദു വത്അൻ. നാശിഅത്തുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി ഏത് സമയത്തും ആവാം. ഇശാൻ്റെ ശേഷം അല്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ഇശാൻ്റെ ശേഷമേ അങ്ങനെ ആവൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ചിലല്ല, ഇശാന് മുമ്പാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഉറങ്ങി എണീറ്റാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ മുമ്പ് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഏറ്റവും നല്ലത് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഉറങ്ങണ പോലെ ഉറങ്ങിയിട്ട് പിന്നെ സുബഹിയുടെ അവസാനത്തെ ടൈമിൽ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുക. സുബഹിയുടെ സമയമാവുന്നതിന് തൊട്ട് മുമ്പ് രാത്രിയുടെ അവസാനത്തെ ടൈമിൽ, സുബഹിയുടെ രാത്രി അവസാനത്തെ ടൈമിൽ നിന്നല്ല, രാത്രിയുടെ അവസാനത്തെ ടൈമിൽ എന്ന് പറഞ്ഞാൽ സുബഹി ആവുന്നതിന് തൊട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പൊക്കെ അല്ലേ, ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് അങ്ങനെ എഴുന്നേൽക്കുക എന്നത്, ഇന്ന നാശിഅത്തുൽ ലൈലി, രാത്രി നിസ്കാരത്തിന് ഉണർന്നെഴുന്നേൽക്കുക എന്നത്, ഹിയ അത്, അശദ്ദു വത്അൻ അത് കാതും ഹൃദയവും തമ്മിൽ കൂടുതൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ കാഴ്ച, കേൾവി, കൽബ് ഇതിനൊക്കെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ യോജിച്ചു വരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്.
അല്ലേ? മറ്റേത് നമ്മൾ പകൽ നിസ്കരിക്കുമ്പോൾ നമ്മളൊന്ന് ചെല്ലുന്നുണ്ടാവും, നമ്മൾ ചിന്ത വേറെ സ്ഥലത്തേക്കാരും, നമ്മൾ വേറെ കേൾക്കുന്നുണ്ടാവും, മൂന്നോടത്തേക്കാരും. ഇതങ്ങനല്ല. ഹിയ ഈ രാത്രി നിസ്കാരം എന്നത്, അങ്ങനെ ഉണർന്നെഴുന്നേൽക്കുക എന്നത് അശദ്ദു ഏറ്റവും വത്അൻ യോജിപ്പുണ്ടാക്കുന്നതാണ്, ഏറ്റവും നന്നായി യോജിപ്പുണ്ടാക്കുന്നതാണ്. എന്തിനോട് യോജിപ്പുണ്ടാക്കുക? നമ്മുടെ കാഴ്ചയെയും കേൾവിയെയും ചിന്തയെയും യോജിപ്പിക്കുന്നതാണ്. ഒക്കെ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നർത്ഥം. മനസ്സിലായല്ലോ അല്ലേ? നമ്മളാ പറയുന്നതിനോട് നമ്മുടെ ഹൃദയം യോജിക്കും, നമ്മൾ കേൾക്കുന്നതിനോട് നമ്മുടെ ഹൃദയം യോജിക്കും, നമ്മൾ കാണുന്നതിനോട് നമ്മുടെ ഹൃദയം യോജിക്കും. അപ്പോൾ എല്ലാം നല്ല റാഹത്തിൽ ഇങ്ങനെ നല്ല ഖുശൂഅോടെ നിസ്കരിക്കാമെന്നർത്ഥം. പടച്ചോനെ പേടിയോടെ നിസ്കരിക്കാമെന്നർത്ഥം. അല്ലാഹു മുമ്പിൽ നല്ല ചിന്തയോടെ നിസ്കരിക്കാമെന്നർത്ഥം. ഈ അശദ്ദു വത്അൻ. മനസ്സിലായല്ലോ? വേറെയും പല തഫ്സീറുകളും ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അശദ്ദു നഷാത്തൻ ലിൽ മുസല്ലി എന്നൊരു തഫ്സീറുണ്ട്. നിസ്കരിക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷമുണ്ടാക്കുന്ന സമയമാണ്. അതാണ് ഹി അശദ്ദു വത്അൻ എന്ന് പറഞ്ഞതുകൊണ്ട്. ഒക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഒരേ അർത്ഥം തന്നെ അല്ലേ? പറഞ്ഞു വരുമ്പോൾ എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. കാരണം നല്ല റാഹത്തുള്ള സമയമാണല്ലോ അത്. അപ്പോൾ ഹി അശദ്ദു വത്അൻ. പിന്നെ വഅഖ്വമു ഖീല. രാത്രി നിസ്കാരത്തിന് എണീറ്റിട്ടില്ല അവിടെ ഓത്തില്ലേ, ആ ഖിറാഅത്തില്ലേ, ആ ഖിറാഅത്ത് വഅഖ്വമു ഖീല അൽ ഖിറാഅത്തു ബില്ലൈൽ, രാത്രിയിലുള്ള ആ പാരായണം അഖ്വമു മിൻഹാ ബിന്നഹാരി, പകൽ ചെയ്യുന്നതിനേക്കാളും അഖ്വമാണ്, ഏറ്റവും സ്പഷ്ടമാവുന്നതാണ്. വഅഖ്വമു ഖീല എന്ന് പറഞ്ഞാൽ ശരിക്ക് തെറ്റാതെ നല്ല കോൺസെൻട്രേഷനോടുകൂടെ തെർത്തീൽ പ്രകാരമൊക്കെ നമുക്ക് ഓതാൻ പറ്റുന്ന സമയമാണ്. ഓതിയാൽ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സമയമാണ്. നന്നായി സ്പഷ്ടമായി മനസ്സിലാക്കി ചിന്തിച്ച് ഓതാൻ പറ്റുന്ന സമയമാണ്. കാരണം എന്താ? വേറൊരു സൗണ്ടുമില്ല, രാത്രിയല്ല, എല്ലാ സൗണ്ടും ഒതുങ്ങിയ സമയമാണ്. ദുന്യാവ് മൊത്തം ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ നിസ്കരിക്കുന്ന ആൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. പകലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവിടെ വണ്ടിയുടെ ഹോൺ, ഇപ്പോഴത്തെ ആൾക്കാരെ വെച്ചാൽ കുട്ടികളെ വെച്ചാൽ വീട്ടിൽ മറ്റു പണിക്കാർ, ഇങ്ങനെ പല വിഷയങ്ങളുണ്ടായിട്ട് അവിടെ ഇവിടെ ഒച്ചപ്പാടിനാൻ സാധ്യത ഉണ്ടല്ലോ. ഇത് ശാന്തമാണ്. അങ്ങനെ ആകുമ്പോൾ വഅഖ്വമു വളരെ സ്പഷ്ടമാകും. ഖീലൻ പരിശുദ്ധ ഖുർആൻ പാരായണം. ഇമാം ഖത്താദ, മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാന്മാരായ മുഫസ്സിരിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഐ അസ്വബു ലിൽ ഖിറാഅത്തി വഅസ്ബതു ലിൽ ഖൗലി, ഓത്ത് ഏറ്റവും ശരിയാവുന്ന സമയമാണ്. ആ ഓതുന്ന പറച്ചിലില്ലേ, ആ പറച്ചിൽ ഏറ്റവും സ്ഥിരപ്പെടുത്തുന്നതുമാണ്, മനസ്സിൽ പതിയും എന്നർത്ഥം. മനസ്സിലേക്ക് അതിങ്ങോട്ട് പതിക്കുമ്പോൾ അഖ്വം ഖൈല. അഖ്വം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വായതിന് ഏറ്റവും നല്ല അർത്ഥം. എന്നാൽ എല്ലാ നിലക്കും ചൊവ്വായ ഓത്താണെന്നർത്ഥം. കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും മനസ്സിൽ പതിയാനും ആലോചിക്കാനും തദബ്ബറിനും ഒക്കെ. കാരണം ആ സമയം മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാണല്ലോ. വേറൊരു തഫ്സീർ വഅഖ്വമു ഖീല എന്നത് ഐ അഅജലു ഇജാബത്തൻ ലിദ്ദുആഇ, ആ സമയത്തുള്ള ഖുർആൻ പാരായണമോ ഇനി ആ സമയത്തുള്ള ദുആയോ മറ്റെന്തോ ആവട്ടെ, അതൊക്കെ ഇജാബത്ത് കിട്ടാൻ, മറുപടി കിട്ടാൻ വളരെ സഹായകമാണ് എന്നാണ് ഒരു തഫ്സീർ ഉള്ളത്. ഇക്രിമ റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്തത് ഇബാദത്തുൽ ലൈലി അതമ്മു നശാതൻ വ അതമ്മു ഇഖ്ലാസൻ വ അക്തറു ബറകതൻ. ഈ ഇന്ന നാശിഅത്തുൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല എന്നതിന് മുമ്പ് തഫ്സീർ ചെയ്ത് എങ്ങനെയെന്നറിയോ? രാത്രി ഉള്ള ഇബാദത്ത് അതമ്മു നശാതൻ, ഏറ്റവും കൂടുതൽ ഉത്സാഹം ലഭിക്കുന്ന സമയമാണ്. വ അതമ്മു ഇഖ്ലാസൻ, ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ്. വ അക്തറു ബറകതൻ, ഏറ്റവും നല്ല ബറക്കത്തുള്ള ഇബാദത്താണ്. ഈ ആയത്തിന് അദ്ദേഹം തഫ്സീർ ചെയ്തത് അങ്ങനെയാണ്. അതുപോലെ തന്നെ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തഫ്സീർ ചെയ്തത് അഖ്വമു ഖീല എന്നതിന് അജ്ദറു അൻ യതഫഖഹ ഫിൽ ഖുർആൻ, ഖുർആൻ ശരിക്കും മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ബന്ധപ്പെട്ട സമയമാണ്. അല്ലേ? നമുക്കത് അനുഭവമാണ്. അതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ശരിക്കും മനസ്സറിഞ്ഞ് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞത് ശരിക്കും ബോധ്യപ്പെടും. ആരും ഒരു ശല്യമല്ലാതെ നമുക്ക് നമ്മുടേതായി എഴുന്നേറ്റിട്ട് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തൊക്കെ പറയാനുണ്ടോ, കരഞ്ഞ് പറയാനുണ്ടോ, സന്തോഷം പറയാനുണ്ടോ, സങ്കടം പറയാനുണ്ടോ, ഒക്കെ പറയാം. ഞാൻ എന്താ ഇവിടെ ഉണ്ട്, എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ഞാൻ തരാം എന്ന് പറഞ്ഞ് റബ്ബ് ഇറങ്ങി വരുന്ന സമയമാണ് രാത്രിയുടെ അവസാന യാമങ്ങളിൽ. അപ്പം ഇങ്ങനെ എൻ്റെ മുന്നിലുണ്ട്, ഞാൻ ചോദിക്കുന്നത് റെഡിയായി കേൾക്കാൻ കാത്തിക്കുന്നുണ്ട് എന്ന ഉറപ്പിൽ അങ്ങനെ എഴുന്നേറ്റ് ഒന്നുകൊടുത്ത് നിസ്കരിക്കുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ്. ഒഴിവാക്കലുണ്ടോ? തഹജ്ജുദ് ഒഴിവാകലുണ്ടോ? ഓരോരുത്തരും നെഞ്ചത്ത് കൈവത്തി ചോദിക്കണം, ഒഴിവാകലുണ്ടോ അല്ലേ എന്ന്. ഒഴിവാക്കരുതേ, ദയവായിട്ട് ഒഴിവാക്കരുതേ. നമുക്ക് ആകെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അതൊക്കെ ഉള്ളൂ.
അത് സ്ഥിരമായി ഒഴിവാക്കുന്ന ആളുകൾ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷണക്കാടാണെന്നാണ്. അതിന് നിൽക്കരുത്. അത് പതിവുള്ള ആളുകളാണ്. ഇപ്പം എന്തെങ്കിലും രാത്രി നേരം വൈകി വീട്ടിലെത്തിയിട്ട് പിന്നെ എന്താണ് പറയുക, ഉറക്കം എണീറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് പല ആളുകളും. അത് പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക. എത്ര വൈകി വീട്ടിലേക്ക് വരികയാണെങ്കിലും അലാറം വെച്ചാൽ നമ്മൾ എഴുന്നേൽക്കുമല്ലോ. എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്യുക, നിസ്കരിച്ചിട്ട് കിടക്കുക, പിന്നെ ഉറങ്ങിക്കോളി. സുബൈക്ക് നിസ്കാരം കഴിഞ്ഞ സമയം ആയതിന് ശേഷം ഉറങ്ങിക്കോളും, സൂര്യൻ ഉച്ചതിന് ശേഷം. അത് എന്താണ് പറയുക, ഒഴിവാക്കാൻ കാരണങ്ങൾ നമുക്ക് കുറേ പെട്ടെന്ന് കിട്ടും. ചെയ്യാനാണ് നമ്മൾ എന്താണ് പറയുക കാരണങ്ങൾ ഉണ്ടാക്കേണ്ടത്. എല്ലാ സംഗതിയും അങ്ങനെ തന്നെയല്ലേ. ഒരു സംഗതി ചെയ്യണ്ട എന്ന് നമ്മളെ മനസ്സിങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിശാച് ഇങ്ങനെ തോന്നിപ്പിക്കുകയാണെങ്കിൽ, അത് ചെയ്യാതിരിക്കാൻ 100 കൂട്ടം കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇജ്ജ് 1 മണിക്കല്ലേ വന്നത്, നമുക്ക് നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണ്ടേ, ഇപ്പോൾ പിന്നെ 3 മണിക്ക് നീച്ചാൽ പിന്നെ എനിക്ക് പോകാൻ കഴിയുക, നമുക്ക് ഉറങ്ങണ്ടേ, അപ്പോൾ തലവേദന വരും നമുക്ക്, അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 100 കൂട്ടം കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. എന്നാൽ ചെയ്യണം എന്നുള്ളതാണെങ്കിലോ, ചെയ്യണം എന്ന് തീരുമാനിച്ചാലോ പിന്നെ അതുവരെ വന്നിരുന്ന കാരണങ്ങളൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ദൃഢനിശ്ചയമാണ് വേണ്ടത്. ആ ദൃഢനിശ്ചയം ഉണ്ടാവണം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താലും പറ്റില്ല, നിസ്കരിച്ചോളൂ എന്നാണ് അതിൻ്റെ പറഞ്ഞ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് നേരത്തെ പറഞ്ഞതില്ലേ, അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു വരികയാണ്. നമ്മൾ പറഞ്ഞു ആദ്യകാലത്ത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനൊക്കെ നിർബന്ധമായിരുന്നു. പിന്നെ അത് ആ നിർബന്ധം സ്വഹാബത്തിന് ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നിർബന്ധം തുടരുകയും ചെയ്തു. കുറച്ച് കൂടുതൽ നീളമുള്ള സൂറത്തൊക്കെ ഓതാൻ പറ്റുകയാണെങ്കിൽ, പഠിച്ചറിഞ്ഞ സൂറത്തുകൾ, അർത്ഥമറിഞ്ഞ സൂറത്തുകളൊക്കെ ഓതാൻ പറ്റുകയാണെങ്കിൽ എന്ത് റാഹത്താണെന്നറിയും. അറ്റ്ലീസ്റ്റ് എന്താണ് പറയുക, സബ്ബിസ്മ ഇങ്ങനത്തെ സംഗതി നമുക്ക് കാണാതെ അറിയില്ല, നമുക്ക് യാസിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാതെ അറിയാം. അങ്ങനെ നിന്നിട്ട് അങ്ങനെ ഓതിയാൽ അങ്ങനെ ഓതിപ്പോവും. നമ്മൾ മറ്റൊരു ലോകത്തെത്തും. നമ്മുടെ മനസ്സ് മുഴുവൻ റബ്ബിൻ്റെ അടുത്തേക്ക് എത്തും. ശരിക്കും തൗബ ചെയ്യാനുള്ള അവസരമാണ്. വന്നുപോയതൊക്കെ പറയാനുള്ള അവസരമാണ്. പുറത്തു തരൂല എന്ന് പറയില്ല. അങ്ങനെ പറയുന്ന ആളോടല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്. ഇനി എന്നോട് പറയണ്ട, കുറേ ഇത് ചോദിക്കണേ എന്ന് നമ്മളോട് പറയില്ല. ഇന്നലെ എന്ത് എന്നോട് പറയാനൊന്നും ചോദിച്ചില്ല എന്ന് ചോദിക്കൂല. ചോദിക്കണതിൽ ഏറ്റക്കുറച്ചിൽ റബ്ബിന് പ്രശ്നമല്ല, ചോദിക്കാതിരിക്കുന്നതാണ് റബ്ബിന് ദേഷ്യം എന്ന് നമ്മളൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന് ഇഷ്ടമല്ല എന്നാണ് ചോദിക്കാതിരിക്കുന്നത്. നല്ലോണം ചോദിക്കുക. നമ്മുടെ ഉമ്മാനേക്കാളും നമ്മുടെ സ്നേഹമുള്ള റബ്ബ് നമുക്ക് തരൂലേ? ആ സ്നേഹം നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. സ്നേഹം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ആകുമ്പോൾ ഇന്ന നാശിഅത്തൽ ലൈലി അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നത് കാതും ഹൃദയവും തമ്മിൽ കൂടുതൽ യോജിപ്പുണ്ടാകുന്നതും ഖുർആൻ പാരായണം കൂടുതൽ സ്പഷ്ടമാകുന്നതുമാണ്. ആയത്തിൻ്റെ അർത്ഥം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. തഹജ്ജുദ് ഒരിക്കലും ഒഴിവാക്കരുത്. പരമാവധി കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുണർത്തണം. ഭാര്യ ഭർത്താക്കന്മാരെ പ്രത്യേകിച്ചും വിളിച്ചുണർത്തണം. ആ വിളിച്ചുണർത്തുന്ന ആളുകൾക്ക് ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. റഹിമല്ലാഹു ഇംറഅൻ എന്ന് പറഞ്ഞ അല്ലാഹു തആല അങ്ങനെ തഹജ്ജുദിന് വേണ്ടി ഇണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു നിർത്തുന്നവർക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദുആ നമുക്ക് കിട്ടണം അല്ലേ? പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നമ്മൾ ഈ ആയത്തിൻ്റെ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തഹജ്ജുദിനെ കുറിച്ച് വിശദമായി പറഞ്ഞതാണ്. അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ, നമുക്ക് തൗഫീക്ക് തരട്ടെ, നമ്മുടെ തെറ്റുകളൊക്കെ റബ്ബ് പുറത്തു വരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് 7ാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.